ഹായ് ഓൾ, വെൽക്കം ടു പോസിറ്റീവ് വൈബ്സ്. ഇന്ന് നമ്മൾ നോക്കുന്നത് DMൻ്റെ കറണ്ട് എനർജിയും ഫ്യൂച്ചർ ആക്ഷനുമാണ്. അപ്പോൾ എനിക്ക് കുറച്ച് ആരോഗ്യ പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ വീഡിയോ എത്രത്തോളം ബെറ്റർ ആകുമെന്ന് അറിയത്തില്ല, നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക. ഓക്കെ, DMസിൻ്റെ ഇപ്പോഴുള്ള ഒരു എനർജി ലെവലിൽ അവർ സ്വന്തം കൗണ്ടർ പാർട്ടിനോടൊപ്പം ഈ ഒരു റിലേഷൻഷിപ്പിൽ മുന്നോട്ട് പോകാനായിട്ട് തീരുമാനിച്ചിട്ടുണ്ട്. ചിലർക്കെങ്കിലും ഒരു റീയൂണിയൻ പോസിബിൾ ആയിട്ടുണ്ടാകാം, അല്ലെങ്കിൽ ഒരു കമ്മ്യൂണിക്കേഷൻ വന്നിട്ടുണ്ടാകാം. ഓക്കെ, ഇനി തൊട്ടടുത്ത കാലത്ത്, അതായത് ഇനി വരാൻ കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം അല്ലെങ്കിൽ മാസങ്ങൾക്ക് ശേഷം നിങ്ങൾക്കിടയിൽ ഒന്നുകിൽ ഒരു സെപ്പറേഷൻ ഉണ്ടായേക്കാം, അതല്ലെങ്കിൽ അയാൾക്ക് പല വിധത്തിലുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടായേക്കാം. സാമ്പത്തികമായും മാനസികമായും ശാരീരികമായിട്ടൊക്കെയും ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഉണ്ടായേക്കാം. ഓക്കെ, ആ ഒരു സാഹചര്യത്തിൽ നിന്ന് പുറത്തേക്ക് വരേണ്ടത് അയാളുടെ തന്നെ ആവശ്യമാണ്. അപ്പോൾ ആ ഒരു സിറ്റുവേഷനൊക്കെ, ആ സ്ട്രഗിൾസിനെയൊക്കെ ഫേസ് ചെയ്ത് മുന്നോട്ട് വരേണ്ടത് DMസിൻ്റെ ആവശ്യമാണ്, ഡ്യൂട്ടിയാണ്. അതല്ലെങ്കിൽ നിങ്ങളൊരു സെപ്പറേഷനിലേക്ക് പോവുകയാണെങ്കിൽ ആ ഒരു സെപ്പറേഷൻ തരണം ചെയ്ത് ജീവിതത്തിലേക്ക് മുന്നോട്ട് വരേണ്ടത് DMൻ്റെ ഡ്യൂട്ടിയാണ്. ഇതൊന്നും ചെയ്യാതെ, ആവശ്യമായ മാറ്റങ്ങളൊന്നും കൊണ്ടുവരാതെ ഒരു കംഫർട്ട് സോണിൽ തന്നെ ഇയാൾ ഇരിക്കുകയാണ്. നിങ്ങൾ തമ്മിലൊരു സെപ്പറേഷനിൽ പോവുകയാണെങ്കിൽ പഴയകാല നല്ല ഓർമ്മകളെ കൂട്ടുപിടിച്ച് അങ്ങനെ കുറേ ദിവസങ്ങൾ കഴിഞ്ഞു പോവുകയും പിന്നെ ആ ഒരു ഇതിൽ തന്നെ, ഒരു കംഫർട്ട് സോണിൽ തന്നെ ഇരിക്കുകയും ചെയ്യുന്നു. ചെയ്യേണ്ടുന്ന കാര്യങ്ങൾ ചെയ്യാതെ, സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ ഉണ്ടെങ്കിൽ അതിനെയൊക്കെ തരണം ചെയ്യാൻ എന്ത് ചെയ്യണമെന്ന് ആലോചിച്ച് പ്രവർത്തിക്കാതെ, മറ്റു ആരോഗ്യ പ്രശ്നങ്ങളുണ്ടെങ്കിൽ ആരോഗ്യം നേരെയാക്കി കൊണ്ടുവരാൻ, സ്വന്തം ആരോഗ്യം ശ്രദ്ധിക്കാൻ എന്തൊക്കെ ചെയ്യണം എന്നൊന്നും ചെയ്യാതെ ഈ ഒരു എന്താ പറയുക, സത്യം പറഞ്ഞാൽ വെറുതെ ഇരിക്കുകയാണ്. ഒരു കാര്യങ്ങളും ചെയ്യാതെ വെറുതെ ഇരിക്കുകയാണ്. അപ്പോൾ ഒരു ഹീലിങ്ങിലേക്കൊക്കെ വന്നിട്ടുള്ള DMs ആണെങ്കിൽ അവർ കൃത്യമായി ഹീലിംഗ് ഒന്നും ചെയ്യാതെ തന്നെ മുന്നോട്ട് പോവുകയാണ്. എന്താണ് ചെയ്യേണ്ടത്, എങ്ങനെ മുന്നോട്ട് പോകണം എന്നൊരു ഐഡിയ ഉണ്ടെങ്കിൽ പോലും അതിന് വേണ്ടിയിട്ട് ഒരു ആക്ഷൻ എടുക്കുന്നില്ല. ഇത് തന്നെയാണ് ഇവരുടെ പ്രശ്നവും. പഴയ കാലത്ത് നല്ല കാര്യങ്ങൾ ആലോചിച്ച്, അത് ഈ ഒരു റിലേഷൻഷിപ്പിലുള്ള കാര്യമായിരിക്കാം, അതല്ലെങ്കിൽ അവർക്ക് മുൻപുണ്ടായിരുന്ന നല്ല കാലങ്ങളായിരിക്കും. ഇപ്പോൾ അവരുടെ ചുറ്റുപാടുകളെല്ലാം മോശമാണ്. അപ്പോൾ മുൻപ് ഞാൻ ഇങ്ങനെ ആയിരുന്നില്ലല്ലോ, എൻ്റെ ചുറ്റുപാടുകൾ നല്ലതായിരുന്നല്ലോ, എനിക്ക് നല്ല സാമ്പത്തികമുണ്ടായിരുന്നല്ലോ, എൻ്റെ ബന്ധുക്കൾ സുഹൃത്തുക്കൾ എല്ലാവരും ഒപ്പമുണ്ടായിരുന്നല്ലോ, എൻ്റെ പാർട്ട്ണർ എൻ്റെ ഒപ്പമുണ്ടായിരുന്നല്ലോ എന്നൊക്കെയുള്ള പലവിധ ചിന്തകളിൽ അവർ ആ ഒരു നല്ല കാലത്തെക്കുറിച്ച് ഇങ്ങനെ ആലോചിച്ച് അയവിറക്കി അങ്ങനെ ഇരിക്കുകയാണ്. ഇപ്പോൾ ഉള്ള സാഹചര്യം എന്തെന്ന് മനസ്സിലാക്കാതെ, അതിനെ അതിജീവിക്കാൻ എന്ത് ചെയ്യണമെന്ന് ചിന്തിക്കാതെ, അങ്ങനെ ചിന്തിച്ച് മനസ്സിനൊരു സ്ഥിരത കൊണ്ടുവന്ന് മുന്നേറുകയാണ് വേണ്ടത്. ആ സ്ഥിരത കൊണ്ടുവരാതെ അവിടെ ഇരിക്കുകയാണ്. അതുപോലെ സ്വന്തം ആരോഗ്യം ശ്രദ്ധിക്കുന്നില്ല, ഒന്നും ശ്രദ്ധിക്കുന്നില്ല. അപ്പോൾ അത്തരത്തിൽ മുന്നോട്ട് പോകുന്ന ഒരു വ്യക്തിക്ക് എങ്ങനെയാണ് നമ്മുടെ ഒരു പേഴ്സണൽ ലൈഫ് പോലും ശ്രദ്ധിക്കാൻ പറ്റാത്ത രീതിയിലാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഹീലിങ്ങും സ്വാഭാവികമായിട്ടും ഒന്നും ചെയ്യുന്നുണ്ടാവില്ല. ഇങ്ങനെ തന്നെ മുന്നോട്ട് പോയി ഒരു 3 മുതൽ ഒരു 6 മാസം വരെയുള്ള ഒരു റീഡിങ്ങാണ് നമ്മൾ പറയുന്നത്. അപ്പോൾ ആ ഒരു 3 മുതൽ 6 മാസത്തിനുള്ളിലുള്ള കാലയളവിൽ ഇയാൾ ഈ ബന്ധം, അതായത് ഈ ഒരു റിലേഷൻഷിപ്പ് നഷ്ടപ്പെട്ടു പോകുമോ എന്നുള്ളൊരു ഭയത്തിൽ എത്തിച്ചേരുന്നു. ചിലപ്പോൾ വീണ്ടും ഒരു സെപ്പറേഷൻ യൂണിയൻ അങ്ങനെ വന്നിട്ടുണ്ടാകാം. അതല്ലെങ്കിൽ ആ ഒരു സെപ്പറേഷനിൽ നിന്ന് അല്ലെങ്കിൽ അയാളുടെ ജീവിത സാഹചര്യങ്ങളിൽ നിന്ന് അയാൾക്ക് കരകയറി വരാൻ പറ്റാത്ത സാഹചര്യം ഉണ്ടായിട്ടുണ്ടാകാം. എന്തു തന്നെയായാലും ഈ ഒരു ബന്ധം നഷ്ടപ്പെട്ടു പോകുമോ, അതല്ലെങ്കിൽ എൻ്റെ കയ്യിലുള്ളതെല്ലാം, അതായത് പണമോ ബന്ധുക്കളോ സ്വത്തോ സുഹൃത്തുക്കളോ ഒക്കെയും എല്ലാം എന്നിൽ നിന്ന് നഷ്ടപ്പെട്ടു പോകുമോ എന്നുള്ള ഒരു ഭയത്തിൽ അകപ്പെട്ടു പോകാനുള്ള ഒരു സാധ്യത കാണുന്നു. അപ്പോൾ ഇപ്പോഴുള്ള ഒരു സാഹചര്യത്തിൽ നിന്ന് വളരെ വേസ്റ്റായിട്ടുള്ള, വളരെ മോശമായിട്ടുള്ളൊരു സാഹചര്യത്തിലാണ് ഓരോ ദിവസം കഴിയും തോറും ഒരു 3 മുതൽ 6 മാസം വരെയുള്ള കാലയളവിൽ DMs ചെന്നെത്തിപ്പെടാൻ പോകുന്നത്. അപ്പോൾ ഇതൊരു ഡിവൈൻ ഗൈഡ് ചെയ്തിട്ടുള്ള ഒരു റീഡിംഗ് ആണ്. അതിന് മുന്നേ തന്നെ ഒരു 2-3 ദിവസം മുന്നേ ഞാനൊരു ഷോർട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു. അതും DMസിൻ്റെ എനർജിയാണ്. അതിങ്ങനെയായിരുന്നു:
വിധിയെപ്പോലും മാറ്റിയെഴുതാൻ തക്കവണ്ണം ശക്തനായ എൻ്റെ പിതാവേ ശിവശങ്കര, എൻ്റെ വിധിയുടെ താളുകളിൽ ഒരല്പം സന്തോഷം കൂടി എഴുതി ചേർക്കുവാൻ അങ്ങയ്ക്ക് സാധിക്കില്ലേ പിതാവേ? ഇത് അവർ ദൈവത്തോട് ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. എല്ലാം നഷ്ടപ്പെട്ട് നിൽക്കുമ്പോൾ അവർ ദൈവത്തോട് ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. അപ്പോൾ അങ്ങനെ ഒരു സാഹചര്യത്തിൽ ചില DMs ഇപ്പോൾ എത്തിപ്പെട്ടിട്ടുണ്ടാകാം. ആ ഒരു DMസിൻ്റെ എനർജിയാണ് അതിൽ ക്യാരി ചെയ്തിരുന്നത്. അപ്പോൾ ഇവരൊരു ഹാർട്ട് പെയിന് ഒരുപാട് കൊണ്ടു നടക്കുന്നുണ്ട്. ചില DMs ആ ഇമോഷൻസ് പുറത്തേക്ക് കാണിക്കാതെ ഒരു ഹൃദയത്തിനുള്ളിൽ സൂക്ഷിച്ചുകൊണ്ട് സ്വയം ഹൃദയവേദന നൽകുകയും അത് സ്വന്തം കൗണ്ടർ പാർട്ടിലേക്ക് ആ വേദന ട്രാൻസ്ഫർ ചെയ്യുകയും ചെയ്യുന്നുണ്ട്. നിങ്ങൾ ഈ ഒരു ഇമോഷൻസ് ഏതൊരു വ്യക്തിയും ഉള്ളിൽ വെക്കും തോറും അവർക്ക് ഹൃദയ സംബന്ധമായ രോഗങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ ഇമോഷൻസ് ഹോൾഡ് ചെയ്ത് വെക്കാതെ DMs കൂടുതലും ഞാൻ ആ ഷോട്ട് ഇട്ടിരിക്കുന്നത് അതിനു വേണ്ടി തന്നെയാണ്. അതായത് അങ്ങനെ ഒരു വിഷമം ഉള്ളിലുള്ളൊരു വ്യക്തിയാണെങ്കിൽ അത് കേൾക്കുമ്പോൾ സ്വാഭാവികമായിട്ടും കരച്ചിൽ വരും. കരഞ്ഞെങ്കിലും ആ ഇമോഷൻസ് പോകട്ടെ എന്ന് കരുതിയിട്ടാണ്. അതല്ലെങ്കിൽ നിങ്ങൾ ഒരു സാഡ് സോങ് കേൾക്കുക, നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഇമോഷണലായിട്ട് ഫീൽ ചെയ്യുന്ന സോങ്സ് കേൾക്കുക. നിങ്ങളുടെ ഇമോഷൻസ് എന്ത് തന്നെയായാലും കരഞ്ഞ് തന്നെ കളയുക. ചിലപ്പോൾ ആ ഒരു ഡേ ഫുള്ള് നിങ്ങൾ മൂഡ് ഓഫ് ആയിരിക്കും. എത്രത്തോളം നിങ്ങൾ ആ ഇമോഷൻസ് പാട്ടുകൾ കേൾക്കുന്നു, ഇമോഷൻസ് കളയുന്നുവോ അത്രത്തോളം നിങ്ങൾക്കത് ബെറ്ററായിട്ട് വരും. ആ ഒരു ഇമോഷൻസ് പുറത്തേക്ക് കളയാൻ കഴിയും. ഒരു ഹാർട്ട് പെയിന് കുറയും, ആ നെഗറ്റിവിറ്റി കുറയും. അതുപോലെ DFസിലേക്കും ഈ ഒരു ഹാർട്ട് പെയിന് ട്രാൻസ്ഫറായി വരുന്നുണ്ടെങ്കിൽ നിങ്ങൾ ആദ്യം എന്നും ചെയ്യുന്ന പോലെ ചക്രാസ് ക്ലെൻസ് ചെയ്യുക. അതിനുശേഷം ഹാർട്ട് ചക്ര പ്രത്യേകം ക്ലെൻസ് ചെയ്യുക. അതുപോലെ നിങ്ങളും സാഡ് സോങ് കേൾക്കുക, ഇമോഷൻസ് പുറത്തേക്ക് കളയാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ നിങ്ങളുടെ ഉള്ളിലും എന്തെങ്കിലും സ്വാഭാവികമായിട്ടും ഉണ്ടാകുമല്ലോ, പെയിൻസ് ഉണ്ടാകും, അതൊക്കെയും റിലീഫായി പോവും. അത് DMനെയും ഹെൽപ്പ് ചെയ്യും. പിന്നെ എല്ലാം DFs ചെയ്തു തരും എന്നുള്ളൊരു രീതിയിൽ DMs ഇരിക്കരുത്. നിങ്ങൾ ചെയ്യേണ്ടുന്ന കാര്യങ്ങൾ നിങ്ങൾ തന്നെ ചെയ്താലേ മതിയാകും. അത് പറയാനുള്ള കാരണം, ഇപ്പോൾ DFs ആണ് ഈ ജേണിയിൽ മുന്നേ പോകുന്നതെങ്കിൽ അവർ സോൾ ലെവലിൽ ഓരോ കാര്യങ്ങൾ ചെയ്ത് ഹീൽ ചെയ്ത് മുന്നോട്ട് പോകുമ്പോൾ അത് അവർ ചെയ്യുന്നത് രണ്ടു പേർക്കും വേണ്ടിയിട്ടാണ്, DFനും DMനും വേണ്ടിയിട്ടാണ്. അതുപോലെ തന്നെ ഫിസിക്കൽ വേൾഡിൽ വരുന്ന ബുദ്ധിമുട്ടുകളെല്ലാം തരണം ചെയ്ത് DM എത്രത്തോളം മുന്നോട്ട് പോകുന്നുവോ അതുപോലെ തന്നെയാണ് DFനും എല്ലാ കാര്യങ്ങളും ഫിസിക്കൽ വേൾഡിലുള്ള കാര്യങ്ങളെല്ലാം തരണം ചെയ്ത് മുന്നോട്ട് പോകാൻ സാധിക്കുന്നത്. എത്രത്തോളം DM ഇവിടെ ഫിസിക്കൽ വേൾഡിൽ തൻ്റെ സാഹചര്യങ്ങളെ നേരിട്ട് മുന്നോട്ട് വരുന്നുവോ അതിൻ്റെ സെയിം പ്രതിഫലനം തന്നെയാണ് DFൻ്റെ ലൈഫിലും കാണുന്നത്. അപ്പോൾ അതൊന്ന് മനസ്സിലാക്കുക. നിങ്ങൾ എത്രത്തോളം കംഫർട്ട് സോണിൽ ഇരിക്കുന്നുവോ അത്രത്തോളം തന്നെ DFും അവിടെ കഷ്ടപ്പെടുന്നുണ്ട്. അവർക്കും ഒരു മോചനം ഈ ഒരു കാർമ്മികമായ ബന്ധങ്ങളിൽ നിന്നോ സാഹചര്യങ്ങളിൽ നിന്നോ നേടേണ്ടത് ആവശ്യമാണ്. അപ്പോൾ അവർക്കും കൂടി വേണ്ടിയിട്ട് എങ്കിലും നിങ്ങളത് പ്രവർത്തിക്കുക. അപ്പോൾ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും സപ്പോർട്ട് ചെയ്താണ് നിൽക്കുന്നത്. ഓക്കെ, രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും സപ്പോർട്ട് ചെയ്താണ് നിൽക്കുന്നത്. അവർ ആത്മീയമായിട്ട് അവർ ഹീൽ ചെയ്യുന്നു, അതിൻ്റെ ഒരു എനർജി നിങ്ങളിലേക്ക് പാസ് ചെയ്യുന്നു. ആ ഒരു എനർജി നിങ്ങൾക്ക് സോൾ ലെവലിൽ കിട്ടുന്നു, DMസിന് കിട്ടുന്നു. അതുപോലെ ഫിസിക്കൽ വേൾഡിൽ നിങ്ങൾ ഓരോ കാര്യങ്ങൾ ക്ലിയർ ചെയ്ത് വരുമ്പോൾ അതിൻ്റെ സെയിം പ്രതിഫലനം DFസിൻ്റെ ലൈഫിലും കാണുന്നു. അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഗീവ് ആൻഡ് ടേക്ക് എനർജിയിലാണ് പോകുന്നത് എന്നുള്ള കാര്യം ഓർക്കുക. പിന്നെ ഇവർക്ക് ഈ ഒരു 6 മാസത്തോളം ഇവരിങ്ങനെ ഒരു മെൻ്റൽ ട്രോമയിലൂടെ പോകണമെങ്കിൽ കൃത്യമായ ഒരു ഹീലിംഗ് DFs ചെയ്യുന്നില്ലായിരിക്കാം. അതല്ലെങ്കിൽ DMും സ്വന്തം, ഞാനിത് പറഞ്ഞ പോലെ തന്നെ DM സ്വന്തം ചുറ്റുപാടിനുള്ളിൽ അകപ്പെട്ടു പോയി ഒരു തരത്തിലും സ്വന്തം കാര്യം ശ്രദ്ധിക്കുകയോ ഹീലിംഗ് ചെയ്യുകയോ ചെയ്യാതെ ആക്കപ്പെടുന്നത് കൊണ്ടാണ്. ഓക്കെ, അപ്പോൾ DFs ഇത് കേൾക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ കൃത്യമായിട്ട് ഹീലിംഗ് ചെയ്യുക. കൃത്യമായി എല്ലാ ദിവസവും ചക്രാസ് ക്ലെൻസ് ചെയ്യുക, ഓറ ലോക്ക് ചെയ്യുക, ഹീലിംഗ് പ്രോസസ്സ് കറക്റ്റായിട്ട് ചെയ്യേണ്ടതാണ്. അതുപോലെ തന്നെ DMസും നിങ്ങൾ ഈ ചുറ്റുപാടിൽ നിന്ന് പുറത്തേക്ക് വരാൻ ശ്രമിക്കണം. അതിനോടൊപ്പം തന്നെ കൃത്യമായിട്ട് ഹീലിംഗ് പ്രോസസ്സും ചെയ്യേണ്ടതാണ്. അതുപോലെ തന്നെ നിങ്ങൾ മനസ്സിലാക്കേണ്ടുന്ന ഒരു കാര്യം, ടാരറ്റ് എന്ന് പറയുന്ന ഒരു സ്പിരിച്വൽ ടൂളാണ്. അതിന് നമ്മളെ ഹെൽപ്പ് ചെയ്യാനായിട്ട് സാധിക്കും. നമ്മുടെ ഫ്യൂച്ചറിൽ എങ്ങനെ സംഭവിക്കാൻ സാധ്യതയുണ്ട് എന്ന് നമുക്ക് കാണിച്ചു തരുമ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത്, അങ്ങനെ ആ ഒരു എന്തെങ്കിലും ഒരു നെഗറ്റീവായിട്ട് സംഭവിക്കും എന്ന് കാണിച്ചു തരുമ്പോൾ അങ്ങനെ വരാതിരിക്കാൻ എന്താണ് ഗൈഡൻസ് എന്നും കൂടി തരുന്നുണ്ട്. ആ ഗൈഡൻസ് നേടിക്കൊണ്ട് മുന്നോട്ട് പോകണം. അതാണ് ടാരറ്റ് കൊണ്ടുള്ളൊരു ഗുണം. അല്ലാതെ 6 മാസം വരെ ഞാൻ ഇങ്ങനെ തന്നെ ഇരിക്കും,
എന്ന് വെച്ച് നിങ്ങൾ അതും കേട്ട് അങ്ങനെ തന്നെ ഇരുന്നിട്ട് കാര്യമില്ല. നിങ്ങൾക്ക് ഡിവൈനായിട്ട് നിങ്ങളെ ഗൈഡ് ചെയ്യുകയാണ്. ഓക്കെ, അപ്പോൾ അതിനൊരു ഡിവൈൻ നിങ്ങൾക്ക് നിങ്ങളോട് കാണിക്കുന്ന ഒരു ആത്മാർത്ഥതയുണ്ട്. ഓക്കെ, അപ്പോൾ ഞാനെന്ന വ്യക്തിയിലൂടെ നിങ്ങൾക്ക് ആ ഒരു ഗൈഡൻസ് തരുന്നുണ്ട്. ഞാനും ഒരു വളരെ വീക്കായിരിക്കുന്ന ഒരു സിറ്റുവേഷനിലും ഞാനിത് ചെയ്യുന്നുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് അത്രയും ഹെൽപ്ഫുൾ ആയിക്കോട്ടെ എന്ന് വ്യക്തിപരമായി കൂടി ആഗ്രഹിച്ചുകൊണ്ടാണ് ചെയ്യുന്നത്. അപ്പോൾ അതും നിങ്ങൾ മനസ്സിലാക്കുക. ഓക്കെ, കിട്ടുന്ന ഗൈഡൻസ് അത് അതുപോലെ തന്നെ ചെയ്യാനായിട്ട് മാക്സിമം ശ്രമിക്കുക. ഇങ്ങനെ സംഭവിക്കാൻ സാധ്യതയുണ്ട് എന്ന് കാണിച്ചു തരുമ്പോൾ ആ ഒരു സാധ്യത മാറ്റിക്കൊണ്ട് നമുക്ക് ആ ഒരു ഗൈഡൻസ് സ്വീകരിച്ചുകൊണ്ട് നമുക്ക് ഒരു വിജയത്തിലേക്ക് എത്തിച്ചേരുവാനും അവിടെ ഒരു സാധ്യതയുണ്ട്. അതാണ് കാണേണ്ടത്. ഓക്കെ, ആ ഒരു പോസിബിലിറ്റി നിങ്ങൾ എപ്പോഴും മനസ്സിലാക്കുക. ടാരറ്റ്സിനെ നമ്മൾ ആ ഒരു രീതിയിൽ ആണ് അപ്രോച്ച് ചെയ്യേണ്ടത്. എപ്പോഴും അതിൽ എന്താണ് ഒരു പോസിബിലിറ്റി ഉള്ളത്, ഇങ്ങനെ സംഭവിക്കുമല്ലേ, അപ്പോൾ എനിക്ക് അങ്ങനെ സംഭവിക്കാതിരിക്കാൻ ഞാൻ എന്താണ് ചെയ്യേണ്ടത്, അതാണ് ആലോചിച്ച് മുന്നോട്ട് പോകേണ്ടത്. ഓക്കെ, പിന്നെ പറയാനുള്ളത് 6 മാസത്തോളം ഈ ഒരു വ്യക്തി ഇങ്ങനെ ഒരു മനക്ലേശത്തിലൂടെ കടന്നു പോകണമെങ്കിൽ ഹീലിംഗ് പ്രോസസ്സ് കറക്റ്റ് അല്ലാന്ന് തന്നെ ഞാൻ പറയും. ദയവായിട്ട് എനിക്കിപ്പോൾ തോന്നുന്നു DMസിൻ്റെ സിറ്റുവേഷൻസ് കൊണ്ട് DMs ആണ് കൃത്യമായിട്ട് ഹീലിംഗ് ചെയ്യാത്തതെന്ന്. DMs ഹീലിംഗ് പ്രോപ്പറായിട്ട് ചെയ്യണം. അതിന് എനിക്ക് നിങ്ങളെ ഹെൽപ്പ് ചെയ്യാനായിട്ട് സാധിക്കും. എങ്ങനെയെന്ന് വെച്ചാൽ ഞാൻ നമ്മുടെ ജൂൺ 28 ഒരു പ്രോഡക്റ്റ്, അതായത് ഒരു പാക്കേജ് ഞാൻ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നേരത്തെ തന്നെ കിട്ടിയൊരു ഗൈഡൻസാണത്. ഓക്കെ, നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഡിവൈൻ തന്നെ നേരത്തെ തന്നിട്ടുള്ളൊരു ഗൈഡൻസാണ്. ഇതിപ്പോൾ ഞാൻ ജൂലൈ 1 രാത്രിയാണ് വീഡിയോ റെക്കോർഡ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഹീലിംഗ് എത്രത്തോളം നമ്മളിൽ എഫക്റ്റീവ് ആകുന്നുണ്ട് എന്ന് മനസ്സിലാക്കാനുള്ള ഒരു പാക്കേജാണ്. ചക്ര സ്കാനിങ് ആണ് ചെയ്യുന്നത്. നിങ്ങൾക്ക് എന്നെ കോൺടാക്റ്റ് ചെയ്യാം. അപ്പോൾ നമ്മൾ ആദ്യം നിങ്ങളുടെ ഡീറ്റെയിൽസ് ഞാൻ കളക്ട് ചെയ്യും. നിങ്ങൾ എവിടെ വരെ എത്തി നിൽക്കുന്നു ജേണി, നിങ്ങൾ എത്ര ഹീലിംഗ് ചെയ്തിട്ടുണ്ട്, നിങ്ങളിപ്പോൾ ഏത് സിറ്റുവേഷനിലൂടെ പോകുന്നു എന്നൊക്കെ മനസ്സിലാക്കും. അതിനുശേഷം നിങ്ങളുടെ ആ ഒരു ചക്രാസ് സ്കാൻ ചെയ്യും. അപ്പോൾ അതിലെന്തൊക്കെയാണ് ബ്ലോക്കേജസ്, എന്തൊക്കെയാണ് ട്രോമാസ് അതിൽ ഹിഡൻ ആയിട്ടിരിക്കുന്നത്, നിങ്ങളുടെ എനർജി സെൻറ്റേഴ്സിൽ ഇരിക്കുന്നത് എന്ന് നോക്കും. എന്നിട്ട് എന്തൊക്കെ ഹീലിംഗ് ഇനി ചെയ്യാൻ ഉണ്ട്, എങ്ങനെയാണ് നിങ്ങൾ സിസ്റ്റമാറ്റിക്കായിട്ട് ഹീലിംഗ് കൊണ്ടുവരേണ്ടത്. ഹീലിങ്ങിനൊരു സിസ്റ്റമാറ്റിക് പ്രൊസീജിയറുണ്ട്. ഓക്കെ, ആ ഒരു രീതിയിൽ എങ്ങനെ നിങ്ങൾ മുന്നോട്ട് കൊണ്ടുവരണം എന്നൊക്കെ നിങ്ങൾക്ക് കൃത്യമായിട്ട് സജസ്റ്റ് ചെയ്ത് തരും. പിന്നെ ഇപ്പോൾ നിങ്ങൾ ഏത് ചക്രാസിലാണ് കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യേണ്ടത്, ഏത് ചക്രാസിലാണ് നിങ്ങൾ വർക്ക് ചെയ്യേണ്ടതെന്നും പറഞ്ഞു തരും. അപ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടി ഒരു ക്ലിയറായിട്ട് ഈ ഒരു ജേണിയിൽ മുന്നോട്ട് പോകാനായിട്ട് സാധിക്കും. ഓക്കെ, അതുപോലെ DFസിനും ചെയ്യാവുന്നതാണ്. DFസും ഹീലിംഗൊന്നും കൃത്യമായി നടക്കുന്നില്ല എങ്കിൽ, അല്ലെങ്കിൽ നിങ്ങളുടെ ഹീലിംഗ് എവിടെ എത്തി നിൽക്കുന്നു എന്നറിയണമെങ്കിൽ നിങ്ങൾക്ക് ഈ ചക്ര സ്കാനിങ് ചെയ്യാവുന്നതാണ്. പെയ്ഡാണ്. ഓക്കെ, ആവശ്യമുള്ളവർ കോൺടാക്റ്റ് ചെയ്യുക. ഓക്കെ ഡിയേഴ്സ്, അപ്പോൾ ഡിവൈൻ ഗൈഡൻസ് കൃത്യമായിട്ട് നിങ്ങൾ എടുക്കുക. നിങ്ങളെ അതായത് ഒരു 3 ദിവസം മുന്നേ തന്നെ എനിക്ക് ആ ഒരു ഷോട്ടിൻ്റെ ഒരിത് കിട്ടിയിട്ടുണ്ടായിരുന്നു, DMൻ്റെ എനർജി. ഓക്കെ, 28 എന്ന് പറയുമ്പോൾ 4 ദിവസം മുന്നേ തന്നെ ഈ ഒരു പാക്കേജിനെ കുറിച്ച് എനിക്ക് ഡിവൈൻ ഗൈഡൻസ് നൽകിയിട്ടുണ്ട്. ഓക്കെ, ഇങ്ങനൊരു ഹീലിംഗ് ഇത് ചെയ്യാം എന്നുള്ളത്. അപ്പോൾ നിങ്ങളെ മുൻകൂട്ടി തന്നെ ഗൈഡ് ചെയ്യുന്നുണ്ട് ഡിവൈൻ. ഇന്ന് രാവിലെ തന്നെ ഇങ്ങനെ ഒരു റീഡിങ് ചെയ്താലോ എന്ന് ഒരു ഗൈഡൻസ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ രാത്രിയിലാണ് ജൂലൈ 1 രാത്രിയിലാണിത് റെക്കോർഡ് ചെയ്യുന്നത്. നാളെ രാവിലെ ആയിരിക്കും അപ്ലോഡ് ചെയ്യുക. അപ്പോൾ ഇതെല്ലാം നിങ്ങൾക്ക് മുൻകൂട്ടി നിങ്ങൾക്ക് വേണ്ടി ഡിവൈൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു പ്രാധാന്യം നിങ്ങൾ മനസ്സിലാക്കുക. ഡിവൈൻ തന്നെയാണ് ഇവിടെ നമുക്കെല്ലാം. നമ്മുടെ പാരൻറ്റും നമ്മുടെ ഗാർഡിയനും ഒക്കെയും ഒരു പക്ഷേ നമ്മുടെ കൗണ്ടർ പാർട്ട് കൂടെ ഇല്ലെങ്കിൽ പോലും നമുക്ക് ആ ഒരു വിഷമം പോലെ മറക്കാനായിട്ട് നമ്മുടെ പാരൻ്റായിട്ട് കൂടെ നിൽക്കുന്നത് ഡിവൈൻ തന്നെയാണ്. അപ്പോൾ ഡിവൈൻ നൽകുന്ന ഗൈഡൻസ് ആ രീതിയിലെടുക്കുക. ഒരിക്കലും നെഗ്ലക്റ്റ് ചെയ്ത് കളയാതിരിക്കുക. ഒരു എഫേർട്ട് മനസ്സിലാക്കുക. ഞാൻ എൻ്റെ ഭാഗത്തുനിന്ന് നൽകിയിട്ടുള്ള എഫേർട്ട്, ഡിവൈനായിട്ട് നിങ്ങൾക്ക് നൽകിയിട്ടുള്ള ഒരു ബ്ലെസ്സിങ്സ് എന്താണെന്ന് മനസ്സിലാക്കി മുന്നോട്ട് പോവുക. ഓക്കെ ഡിയേഴ്സ്, താങ്ക് യു.